ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു അമ്മച്ചിയാണ്. അമ്മച്ചീനെ കൂടുതൽ ഇവിടെ എല്ലാവരും അറിയപ്പെടുന്ന മച്ചാനിക്ക് അമ്മച്ചി, അതുപോലെ വിഷുകാരി അമ്മച്ചി എന്നൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ആദരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയായിരുന്നേ. അമ്മച്ചിക്ക് ഇപ്പോൾ 80 വയസ്സോളം ഒക്കെ ഉണ്ട്. വാർദ്ധക്യ സഹജമായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ വാക്കറയിലൊക്കെയാണ് നടക്കുന്നത്. അല്ലാണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിദൂരങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വിഷം തീണ്ടിയവരെയൊക്കെ കൊണ്ടുവന്ന് ചികിത്സിക്കാറൊക്കെ ഉണ്ട്. അതുകൂടാതെ എന്തോ മരുന്നൊക്കെ ചെയ്ത് കൊടുക്കും. അമ്മച്ചിക്ക് കുറേ കഴിവുകളുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടെങ്കിലും അമ്മച്ചിക്ക് ഇത്തരത്തിൽ ഭയങ്കര കഴിവുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് അതുപോലെ പഴയ ചരിത്രങ്ങൾ, ഞങ്ങളുടെ ഈ നാടിൻ്റെ എല്ലാ ചരിത്രങ്ങളെല്ലാം അറിയാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് നിന്ന് ഭയങ്കര ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് മൈക്കില്ലാത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടായി കേൾക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം. വിഷം തീണ്ടിയവർക്കുള്ള മരുന്നുകളെല്ലാം അമ്മച്ചി തന്നെയാണ് ഉണ്ടാക്കുന്നത്. വാക്കറയിൽ പോയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുപ്പികളൊക്കെ സൂക്ഷിക്കുന്നത് പറഞ്ഞു തരുന്ന കേട്ടോ അമ്മച്ചി. അതുപോലെ തന്നെ എനിക്ക് കുറേ അധികം പാട്ടുകൾ ഇങ്ങനെ പാടി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് രചിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറേ പാട്ടുകൾ എനിക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചിലത് മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒത്തില്ല. കാരണം ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന ആ ഒരു ഇതുകൊണ്ടേ ഷൂട്ട് ചെയ്യാൻ ഒത്തിട്ടില്ല. വളരെ ചെറിയ സൗണ്ടിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ കേൾക്കണേ. അതിനകത്തുണ്ടായിരുന്നു. ഇപ്പം അതില്ലല്ലോ. കുടുംബയോഗം വന്നപ്പോൾ അച്ഛനെ വീട്ടിൽ അച്ഛനെ കൊണ്ടുവന്ന് എനിക്ക് സമ്മാനം തന്നു. പിന്നെ വേറെ പ്രായവർക്ക് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ശേഷം വേലയ്ക്കായിട്ടുള്ളത് എനിക്ക് മാത്രമേ വേറെയുണ്ട്. ആ ചെറുപ്പം കൂടി എന്നായിരുന്നു താല്പര്യം. പിന്നെ മറ്റേക്ക് ഇന്നൊന്നും കഴിക്കുമ്പോൾ പോകാൻ അപ്പന്മാരും ചെറിയൊരു ഇൻ്റർവ്യൂ ആയിട്ട് അമ്മച്ചി ഈ വിഷവൈദ്യത്തിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായോ? അത് ഒത്തിരി വർഷങ്ങളായതാ തുടങ്ങിയിട്ട്. ഞാനൊക്കെ വരുന്ന മുമ്പ് ഉണ്ട്. അങ്ങനെ കൈമാറി വന്നാലേ ഇതിൻ്റെ ചികിത്സാ രീതികൾ. എൻ്റെ അമ്മായിയമ്മ അമ്മച്ചിയുടെ അപ്പനായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നു. വെള്ളംപുറത്ത് പുളിച്ചേരിലെ ചികിത്സ ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ പാപ്പന് അവരുടെ മക്കൾക്ക് ആർക്കും കൊടുക്കാതെ പാപ്പന് കൊടുക്കും. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ അനിയന് കൊടുക്കും. ആ പുള്ളി അവരുടെ മക്കൾക്ക് കൊടുക്കാതെ ഇവിടെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ വർഷം വന്നത് ഒത്തിരി വർഷങ്ങൾ വഴക്കുള്ള. ഇനി അമ്മച്ചി പാട്ടൊക്കെ ഒത്തിരി എഴുതുമല്ലേ? ആ പാട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ പ്രസിദ്ധീകരിച്ചായിരുന്നോ സംഭവം? പാട്ടൊക്കെ എന്തെങ്കിലും രീതിയിൽ പ്രസിദ്ധീകരിച്ചായിരുന്നോ? അങ്ങനെ ഓരോ പാട്ടിൻ്റെ രീതി എഴുതിയിട്ടുണ്ട്. അത് ഇമ്മ അടിച്ചു എഴുതിയിട്ടുണ്ട് കാര്യം. ഇപ്പം അത് ഇങ്ങനെ ഇത് വൈദ്യുതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. വിൽപ്പത്തി മുതൽ കാര്യങ്ങൾ പഠിക്കും. തൊഴിൽ പഠിക്കാനുള്ളത് എഴുതി വെച്ചിരിക്കുന്നു. ഇതെല്ലാം എഴുതി വെച്ചേക്കണല്ലേ? ഇപ്പം അവിടെ ഇരിക്കണ്ടോ? അത് ഇല്ലില്ല. ഇപ്പം അമ്മച്ചിയുടെ കയ്യക്ഷരം തന്നെയാണോ? ഞാൻ തന്നെ
എൻ്റെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചിയുടെ ഈ ഒരു സെയിം ഹാൻഡ് റൈറ്റിങ്, പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ക്രിസ്മസ് കാർഡ് ഇത്. ഇതെണ്ണം ഇത് യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം. ജീവിതയാത്രയതിൽ തളർന്നിടാതെന്നെ നടത്തി, എൻ ശരീരം ബലപ്പെടുത്തി, അശേഖരങ്ങളിൽ വലിച്ചു നടൻ. യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം. ആത്മാവൈ മുൻപോട്ടു നടത്തി യേശുനാഥൻ. യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം. ജീവന്റെ ഉറവിടമാം യേശുനാഥൻ, നാഗരം യേശു പുതുജീവനാൽ ബലപ്പെടുത്തി, കന്മാർവിലെന്നെ ചേർത്തണച്ചു. യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം. മഹത്വത്തിൻ രാജനമേശുനാഥൻ വീണ്ടും വരുന്നൊരു നാളിനായി കാത്തു ഞാനിരുന്നേശുനാഥ. എനിക്കെൻ്റെ യേശുവിനെ കാണേണം, യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം, എനിക്കെൻ്റെ യേശുവിനെ കാണേണം. പിള്ളേരെ എന്നും വേദല്ലാതെ നിലപ്പെടുത്തി, നാട്ടിലേന്മാർ വിദ്വാൻമാരും ഓടിയെത്തിയവർ ഭേദല്ലാതെ പൊന്നമൊരു കുന്തുരുക്കം പൈതൽ മുൻപിൽ കാഴ്ചവെച്ചു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദീപികയിൽ മുതിർന്നു വന്നു. വേറെ ഒന്നുമില്ല, അതിൻ്റെ അവസാന ഭാഗമാണ്. കുഴപ്പമില്ല. നാട്ടിടയന്മാരോടിയെത്തി ഉണ്ണിയേശുവിനെ കാണുവാനായി കാലിത്തൊഴുത്തിൽ കിടത്തിയൊരുണ്ണിയെ കാണണമെന്നു രാജനോടി ഓടിയെത്തിയവർ വിദ്വാൻമാരും മുൻപേ നീങ്ങിടുന്നിട്ടുണ്ടാവും. രാജകൊട്ടാരത്തിൽ ജാതനായ രാജകുമാരനെ കാണുവാനായി പൊന്നമുരു കുന്തുരുക്കം കരികളിലേന്തി നടന്നു നീങ്ങി. കേരള രാജാവിൻ കൊട്ടാരത്തിൽ എത്തിയവർ നടന്നു നീങ്ങി. പിള്ളേരെ എന്നു വേദലാകെ നിലപ്പെടുത്തി, നാട്ടിടയന്മാർ വിദ്വാൻമാരും ഓടിയെത്തിയവർ വേദലാകെ പൊന്നമുരു കുന്തുരുക്കം പൈതൽ മുൻപിൽ കാഴ്ചവെച്ചു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദീപികയിൽ മുതിർന്നു വന്നു. ക്രിസ്മസ് ചൂടാകുമ്പം ആ കവിത പാടുന്നവര് കേട്ടിട്ടുണ്ട്, നല്ല പാട്ടാ അത്. നമ്മൾ പാട്ട് എഴുതുമ്പോൾ സങ്കീർത്തനം പാട്ടാണ്. അതെ അതെ. സങ്കീർത്തനത്തിൽ നോക്കിയിട്ട് ഓരോ ഇതിൻ്റെ അകത്ത് ഇന്നയാളുടെ സംഗീതം, ദാവീദിന്റെ സംഗീതം എന്നൊക്കെ പറഞ്ഞു. 23-ാം സംഗതി പോയി എൻ്റെ ഇടയിലായിരുന്നു. എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പം അതിനകത്തുനിന്ന് യാഗൻ ദൈവമേ നീ എന്നെ കാണുന്ന ദൈവം, കഷ്ടതയാകിലും
ഭാരമായിരുന്നാലും എന്നോട് കൂടെ ഇരുന്നു പറയാൻ ദൈവമേ നീ എന്നെ കാണുന്ന ദൈവം. ഇത് നീ എന്നെ കാണുന്ന ദൈവം എന്ന് ദൈവത്തിന് പേരിട്ടിട്ടാളുണ്ടായിരുന്നു ബൈബിളിലുള്ള. കാകൻ മരുഭൂമിയിൽ കൂടെ അരഞ്ഞ് അബ്രഹാമിൻ്റെ ദാസി കാകർ. അബ്രഹാമിനെ 3 സാറ കെടൂറ കാകർ 3 ഭാര്യമാരാണ് വരുന്നത്. അവിടുത്തെ വേലക്കാരിയായിട്ട് വന്നു നിന്നാണ് കാകർ. അപ്പം അതിനെ അവിടുന്ന് കടത്തി വിട്ടായിരുന്നു. അപ്പോൾ ഒരു മരുഭൂമിയിൽ കൂടെ പോയപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെ മരുന്ന് വെള്ളം കൊടുക്കാനായിട്ട് വെള്ളം കൊടുത്ത് ആ കൊച്ചിനെ അവിടെ കിടത്തി. ആ മരുന്നിനെ കിടത്തിയിട്ട് അത് ദൈവത്തെ വിളിച്ച് പറഞ്ഞതാണ് നീ എന്നെ കാണുന്ന ദൈവം. സങ്കടത്തിനകത്ത് നീയത് സങ്കടത്തിനകത്ത് നോക്കി എഴുതിയ അതാണ്. പിന്നെ അതിന് പഴഞ്ചൊല്ല് എത്ര വേണമെങ്കിലും കാണും ബൈബിളിൽ 20 പഴഞ്ചൊല്ല്. അപ്പോൾ അത് പിന്നെ ഒരുപാട് അധ്യായങ്ങൾ പിന്നെ സങ്കീർത്തനത്തിൽ ഏതെല്ലാം കാലത്ത് പിന്നെ അതിന് മാലിന്യ അർത്ഥമുള്ള വാക്കുകൾ അങ്ങനെ പിന്നെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിട്ട് കേട്ടിട്ടുണ്ട്. ഈ 2 മുഴുവൻ ഇങ്ങനെ ഇത് നടത്തുന്നുണ്ട് ഇത്. അപ്പോൾ അവിടെ അരിയനും പാക്കിലാണെന്ന് വന്നപ്പോൾ ബുക്ക് കൊണ്ടു തന്നു. ഡയറി അല്ലേ? ബുക്ക് കൊണ്ടുവന്ന് തരും, പേനായും മേടിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യാൻ ഓരോന്നൊക്കെ എഴുതാനും വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര തന്നെയല്ല പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നങ്കുമ്പിരി ദിവസം ഞാൻ ചെന്നപ്പോൾ അവിടെ തങ്കമ്മയുടെ അമ്മായിമ്മയുടെ കൈ ഇങ്ങനെ ഭയങ്കര കരച്ചിലും. അപ്പം ഞാനും ഇങ്ങനെ ഇവിടുത്തെ അനിയത്തിക്കുണ്ട് ഞങ്ങളെ പോയത്. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്ന് ഞാൻ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുന്നു പറയുന്നു. പിന്നെ ഞങ്ങൾ 2 പേര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ പോയി. ഞങ്ങളെല്ലാം വീട്ടിൽ അങ്ങനെ വന്നു. അവിടെ ചെന്നപ്പം ആശുപത്രി പോയെന്ന് ചോദിച്ചു. അന്നേരം കർമ്മത്തിൽ വന്നാൽ ആശുപത്രിയൊന്നും പോയില്ല, പ്രാർത്ഥന കൊണ്ട്. അതുപോലെ പീഡിയപ്പാപ്പൻ കാരണമല്ല കാരണത്തിൽ ഞാൻ കുടുംബാത്ത വീട്ടിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ മിക്കവാറും അവർ വീട്ടിലിറങ്ങി വരുന്നതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി അവരെ കണ്ടക്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ അപ്പം ഇങ്ങനെ ചോറ് വാങ്ങിക്കൊണ്ടിരിക്കുക. അന്നേരം ഇങ്ങനെ വാരുമ്പോഴത്തേനും കഴിയും കാൽക്കും വീട്ടിലിങ്ങനെ മടക്കില്ല. അന്നേരം അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അന്നേരം പിന്നെ പറഞ്ഞു അങ്ങനെ കണ്ടപ്പം ഒരിടത്തും പോയില്ല. അങ്ങനെ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് മരുന്ന് പഠിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന. ഏതായാലും വരുന്നവർ അവരുടെയൊക്കെ പ്രാർത്ഥിക്കുന്നില്ല. വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും. പിന്നെ വേറെ 3-4 പേര് വന്നപ്പോഴത്തേനും അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തിരി പേരും പോകണം. പിന്നെ ആയിപ്പോൾ ഞാൻ ഇവന് കിടപ്പിലായിപ്പോൾ അത് ഇളമ്പഴത്തെ പെരുന്നാൾ ഇവിടെ നോക്കിയാൽ കാണാൻ എടുക്കട്ടെ. ഞങ്ങളുടെ അവിടെ നിന്ന് നോക്കിയാലും കാണാം. അത് കണ്ടിട്ട് ഇങ്ങോട്ട് കയറുക. കാരണം കാല് തട്ടും കൊണ്ടുവന്നും ചെയ്യില്ല. മാറി ഞാൻ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു. അപ്പം ഈ കാലിനെ ഇങ്ങനെ നീളം കൊണ്ടുപോകും. ഇവിടെ വിട്ടു എനിക്കിങ്ങനെ വിട്ടു 3 ആഴ്ച പോയി കാലം. പിന്നെ കോളപ്രയം ഒരു തിരുമാരും വന്നു. അവന് സന്തോഷമായതിനെ വിളിച്ചു. കാലിങ്ങനെ പരിക്കിട്ടു. പരിക്കിട്ട് പിന്നെ ഏൽപ്പിച്ചിങ്ങനെ നിർത്തി. ജീവൻ പോകുന്ന വേദനയാണ്. പിന്നെ നെല്ലി പിന്നെ കുറേ ചൂടെല്ലാം വീട്ടിൽ കുഴമ്പെല്ലാം തേച്ചു. ഏതായാലും ആശുപത്രി പോകാതെ സമയാകുമ്പോഴേക്കുന്നത് പാട്ടിൻ്റെ ട്യൂണിന് അങ്ങനെയാണ്. എനിക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ക്ഷീണമല്ലേ, അപ്പോൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യണ്ട. ഞാൻ കാരണം ബുദ്ധിമുട്ടായി ആവണ്ട. അങ്ങനെ കുറേ ഞങ്ങൾ ഇന്ന് കുടുംബശ്രീ വഴിയായിട്ട് വയോജനങ്ങളെ ആദരിക്കലാണ്. അപ്പോൾ ഈ അമ്മച്ചി നമ്മൾ ആദരിക്കാൻ പോവുകയാണ്.
ഈ പാട്ട് കേട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും എല്ലാവർക്കും ഉണ്ട് ഒരു കാലത്തിൽ വരാനൊരു കാലം പോകാനൊരു കാലം. സോഫി. എൻ്റെ അല്ല, സോഫി അമ്മച്ചിയുടെ പേരാ ഞാൻ പറഞ്ഞത്. ഞാനോ ഒന്നും കൂടെ പറഞ്ഞേ. സോഫി. ആ പറ ബാക്കി. ആ സോഫി ജോസഫ്. ഞാൻ എൻ്റെ പേരാന്ന് ഓർത്തോണ്ട്. വലിയ വള്ളിയുടെ ഇപ്പൊ ഇരിക്കുന്ന വള്ളിയുടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ കുഞ്ചിപ്ലാക്കാരുടെ വീട് അതിൻ്റെ ഇപ്പുറത്ത് മുകളിലോട്ട് മഴവിലോട്ട് കയറി പോകുന്ന വഴി താഴെയായിട്ട് ആശുപത്രി ഉണ്ടായിരുന്നു. അവിടെ മദാമ്മ ഉണ്ടായിരുന്നു. അന്ന് പണ്ടത്തെ കാലത്ത് 10-60 വർഷത്തിന് മുമ്പ്. എനിക്കാണെങ്കിൽ 79-80 അപ്പൊ അത്രയും വർഷത്തിന് മുമ്പാ അവിടെ. അപ്പൊ അന്ന് പ്രായം ചെന്നവരെ നോക്കാനും ഒക്കെ ആയിട്ട് മരുന്ന് മേടിക്കാനൊക്കെ അങ്ങനെ എന്നെയും കൊണ്ട് മരുന്ന് മേടിക്കാൻ ചെന്നപ്പം തീരെ കുഞ്ഞായിരുന്നു, സ്ഥാനപ്പെടുത്തിയില്ലായിരുന്നു. അതെ മരുന്ന് മേടിക്കാൻ ചെന്നപ്പം അമ്മതാണ് വീട്ടിൽ പേരാന്ന് പറഞ്ഞു. അഞ്ച് കടന്നു കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പേര് നമ്മുടെ നാട്ടിൽ ഇല്ല. അതാണ് അവർക്ക് സോഫി എന്ന് പറഞ്ഞു. ഞാൻ എന്നെ കളിയാക്കുവാണോ? ആൾക്കാരാക്കി അവിടെ ഒന്ന് വനമെല്ലാം വെട്ടി തെളിച്ചെടുത്ത് അവിടെ വീടത്ത് വെച്ച് അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ പള്ളിയും പണിത്. മലയാള സമുദായത്തിൽ ക്രിസ്ത്യാനികളായവർ അവിടെ പള്ളിയും ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അവർ മുകളോട്ട് കയറി പോയി മേലെ പള്ളി അവിടെ ഉണ്ടാക്കി. അന്ന് സായിപ്പന്മാരുടെ പ്രവർത്തനമൊക്കെയാണ്. കൂട്ടാളിമാരും മനസ്സിലായിട്ട് താമസിക്കുന്നവർ അന്നത്തെ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഞമ്മക്കൊക്കെ പറഞ്ഞു കേട്ടോ. അത് അങ്ങനെയാണ് സായിപ്പും മദാമ്മയൊക്കെ വന്നത് അവിടെ. പിന്നെ ആശുപത്രിയെല്ലാം സ്ഥാപിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തിന് ഓരോ പേര് വിട്ടു. അങ്ങനെ ഇവിടുന്ന് കാഞ്ഞിരം കവല, കാഞ്ഞിരം കവലയെന്നെല്ലാം കാഞ്ഞിരത്തിൻ്റെ വീടുകളുണ്ടാകും. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു വന്നത് കാഞ്ഞിരം കവലയായി. ഒരച്ഛനൊക്കെ കാഞ്ഞിരത്തെങ്കിൽ അച്ഛൻ. പിന്നെ കാവടി ചെല്ലുമ്പം പിന്നെ ഇങ്ങനെ വളവ് ഇല്ല താഴോട്ട് വലിയ വളവാ. എല്ലാത്തിലും വളരെ പേരിങ്ങനെ മാറി മാറി മാറി. പിന്നെ മുകളിൽ വടക്കമ്മേൽ മല കൊണ്ടൊക്കെ ആയിട്ട് അങ്ങനെ വടക്കമ്മേൽ അങ്ങനെ വരെ മേലേക്കാവ് പേരിടാൻ കാരണം മുകളിൽ കാവ് ഉണ്ടായിരുന്നു. അപ്പം അന്നുള്ളവർ അങ്ങനെ മേലേക്കാവ് മേലെ താഴെ ഒരു കാവ് മുകളിലൊരു കാവ്. ഒന്ന് താഴെയുള്ളവർ മുകളിലത്തെ കാവിന് അമ്പലത്തിനൊക്കെ മേലേക്കാവും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് തലമുറകൾ മാറി പട്ടിയേക്കാവ് അത് മേൽക്കാവായി. നേർക്കാലത്തിന് മുമ്പ് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചേലക്കുന്നിന് മുമ്പോട്ട് ചെല്ലുമ്പം മായാവതി. ഞാൻ കറിയിൽ ഇപ്പം എഴുതിയത് കൈപ്പുള്ള ഗൗരിയും ആ എന്നെ കൊറേ സാധനങ്ങൾ കാണിച്ചു തന്നു. കാഞ്ഞിരത്തിന് കയ്പ കരിപ്പുള്ള കവറിയും ചേലത്തിന് കുന്നും. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് തലകൊണ്ടും മായ തന്നെ മായാകുന്നു. പിന്നെ അവിടെ നിൽക്കാൻ ചെല്ലുമ്പോ മൂത്ത് നിൽക്കുന്ന പകലത്തെ തൊഴില് ഒരു പണിയും ചെയ്യാതെ കൈപ്പുള്ള കവറിയും ചേലക്കുന്നും മായാകുലിയും മൂത്ത് നിൽക്കുന്ന കിടങ്ങും. അതൊന്നറിയോ കൂട്ട് നിൽക്കുന്ന കിട കുണ്ടര ആദ്യം ഒന്ന് കാണാൻ പോയായിരുന്നു. ഇപ്പം പള്ളിയിൽ പോയപ്പോൾ അവിടെ നിങ്ങൾ കൂടാണ്ടൊന്നും കൂടെ പോയതാ. അതിങ്ങനെ പട്ടത്തിലൊരു കുളം. ആ കുളത്തിന് ഇപ്പൊ മതിലൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. കൈവരി. അപ്പോഴത്തേക്കും വീടൊന്നും ഇല്ല. പിന്നെ അത് കുളം അങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം അറക്കളമാരിൽ കലങ്ങിയ വെള്ളം ചെന്ന് കളഞ്ഞാൽ ഈ ഭൂമിക്കടിയിൽ കുഴഞ്ഞു. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുമെന്ന് അറിയാൻ വേണ്ടി അന്നത്തെ പരിശോധന അങ്ങനെയാണ് അവിടെ കണ്ടതെന്ന്. അതുപോലെ നമ്മുടെ പടക്കമ്പാലത്ത് കൊണ്ട് ഭൂമിക്കടിയിൽ കുഴഞ്ഞ് ഭയങ്കര ഒരു തോണി പറയുന്നതാണ്. അവിടെ ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് നവറാനിക്കാർ താമസിക്കുന്ന തൊട്ട് അവിടെ ഈ വീടിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാലും ഉണ്ട് 2-3 കല്ല് ഇങ്ങനെ അടുപ്പ് കൂട്ടിയ കഴിഞ്ഞിരിക്കുക.
അതിൻ്റെ അടുത്ത് കുറേ മണ്ണ് അവിടെ കൊണ്ട് തിന്നണേ കണ്ടു വെക്കുന്നത് ഞങ്ങളുടെ 2 വരുമ്പോൾ പറഞ്ഞ ചൈത്രമാണ്. അപ്പോൾ ഭയങ്കര ഇടിക്കും മഴയും കാറ്റും ഉണ്ടായി. അങ്ങനെ പിന്നെ ഇറങ്ങി നോക്കിയപ്പം ഈ തെങ്ങ് ഇങ്ങനെ കറങ്ങി അടിയിലോട്ട് താഴ്ന്നു പോയതാണ്. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അടിയിലോട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ വെച്ചോണ്ടി. അതിപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തെ ഇങ്ങനെ പളവില്ല. അവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിരുന്നു കൊച്ചടിക്കാരുടെ വീടിൻ്റെ മേഖല. ആ കുളം അവിടെ നിന്ന് ആ വെള്ളം മണ്ണിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇച്ചിരി അപ്പുറത്തോട്ട് മാറിയിട്ട് താഴോട്ട് നിന്ന് താഴത്തെ തോട് വരെ അടിപ്പുറയുള്ള പത്തുന്നു. അത് അങ്ങനെ കണ്ടുപിടിച്ചത് ഈ തൊഴിലാളികളുടെ കുടുംബക്കാരുടെ വീട്ടുവഴി കണ്ടൻ മറന്നു. ആ കുവിടായിക്ക് അങ്ങനെ വഴിപ്പുറത്ത് അത് അവിടെ വീട് വെച്ചു. തുടങ്ങാട്ടിലെ സ്ഥലം വെച്ചേച്ച് ഇപ്പുറത്ത് വന്ന് വീട് പലതും മേടിച്ച് വീടുന്നു. അത് വീട് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനപ്പുറത്തൊരു കുളം കിണർ കുത്തി. ആ കിണർ കുത്തി വെച്ച് ഈ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് വെടിവെട്ടി പൊട്ടിച്ച് അന്നേരം കല്ല് കൊണ്ടുകൊണ്ട് താഴോട്ട് പോയി. ബാക്കിത്തിന് ഇറങ്ങി താഴോട്ട് പോയി. പിന്നെ ആ കിണർ കുത്തിയത് കല്ലും അവിടെ തെങ്ങിൻ്റെടിയും കവിൻ്റെടിയും എല്ലാം നിന്നെല്ലാം അത് വലിച്ചുകൊണ്ടേക്ക് എടുത്ത് മണ്ണ് വറ്റാൻ താഴോട്ട് അതിനകത്തോട്ട് ഇട്ട് കിണർ മൂടിക്കളഞ്ഞു. ഇപ്പോൾ അവർ മേലാ മറ്റത്ത് എൻ്റെ ആൾക്കാർ തങ്ങിയാൽ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു മേലാ മറ്റത്ത് താമസിക്കുന്നു. അത് താഴെ തോട് കുഞ്ഞാത്തോട് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ കുന്നാണ് ഒരു റോട്ടിൽ മുകളിൽക്കൂടെ ഉള്ളിൽപ്പെട്ടാണ് അടിയിൽക്കൂടെ ഇങ്ങനെ കണ്ടെങ്കിൽ സമയമായി നോക്കുന്ന സമയം 3 ഞാൻ വീഡിയോ പിടിക്കാനാ. എല്ലാവരും അയ്യോ ഇതൊന്ന് ഫോട്ടോയുടെ എടുത്ത് വേറൊരു മൊബൈലിൽ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി വന്നുകൊണ്ട് കറക്റ്റ് ആ ഒരു പൊന്നാട ഇട്ടത് ഉള്ള ആ ഒരു ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സ്തോത്രം ഞങ്ങളുടെ സ്വർഗപിതാവായ വാഴ്ത്തപ്പെടുന്നതിനെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവനെ ചെയ്യാൻ ആവശ്യപ്പെടുത്തുന്നു. കർത്താവെ കഴിഞ്ഞ നാളുകളിൽ കർത്താവെ അവിടെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവ് ഭയപ്പെടാൻ ഞാൻ എന്നോട് കൂടെ എന്നുള്ള വാക്യത നിറവേറ്റിക്കൊണ്ട് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ മുൻപിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ സമർപ്പിക്കുന്നു. ദൈവത്തോളം നിർമ്മിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ ആവർത്തനത്തിൽ നിന്നൊക്കെയും വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിത്യമായ സ്നേഹത്തിൽ പകർന്നെടുത്തുകൊണ്ട് കർത്താവെ ആ കൂട്ടിന്മേൽ കാണുന്ന സ്നേഹത്തെ പകർന്നെടുത്തുകൊണ്ട് ജീവിതയാത്രയിൽ തളർന്നു പോകാതെ ആത്മീയത്തിൽ മുന്നേറുവാൻ വിശ്വാസത്തോടെ കർത്താവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തരുന്നതായ സമയം ജീവിതത്തിൽ അനുഭവ സാക്ഷ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും കർത്താവ് മക്കളെയും കുഞ്ഞുമക്കളെയും ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ കർത്താവ് ഓരോരുത്തരെയും ആഗ്രഹങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ കർത്താവ് ഞങ്ങളോട് കൂടുതൽ വിശ്വാസത്താൽ മുൻപോട്ട് പോകുമ്പോൾ ധൈര്യപ്പെടാതെ കർത്താവ് പെടുന്ന സഹായിക്കും അനുഗ്രഹിക്കുകയും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം ജീവിപ്പിക്കുന്ന ദൈവം എന്ന കർത്താവ് ഉള്ളിൽ പറയുവാനൊക്കെ പോകണം. കർത്താവിൻ്റെ സാഹചര്യ അനുഭവമായി മാറുവാൻ ഈ കൂടിയൊരു കർത്താവ് എവിടുത്തെ ജീവിതത്തിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരും തിരിച്ചു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായി എവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എവിടുന്ന് അനുഗ്രഹിക്കുകയും കൂടെ ഇരിക്കുകയും ചെയ്യുമാറാകണമേ. വിശ്വാസത്താൽ മുൻപോട്ട് പോകുമ്പോൾ ആ സ്നേഹക്കരങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ തണലിൽ കർത്താവ് ആ സ്നേഹത്തിൻ്റെ കുളിക്കീഴിൽ ഞങ്ങളെ മറയ്ക്കണ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവത്തോളം കൃപയ്ക്ക് ആ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന വീണ്ടും കാണാമെന്ന വിശ്വാസത്താൽ മുൻപോട്ട് പോകുമ്പോൾ ഒരു വീണ്ടും മരവിനായി കാത്തിരിക്കുമ്പോൾ കർത്താവെ ഒരു വീണ്ടെടുപ്പിൽ നാളിനായി കാത്തിരിക്കുമ്പോൾ ദൈവപ്രത്യാശയോടെ കർത്താവ് മുൻപിൽ തിരിച്ചുകൊടുക്കാൻ കിട്ടുന്ന സമയം ആത്മാർത്ഥതയോടെ മുൻപോട്ട് പോകുവാൻ സ്നേഹത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഈ ലോകത്തിൻ്റെ സ്നേഹമല്ല നിത്യമായ ആ സ്നേഹം പകർന്നെടുത്തുകൊണ്ട് ആ കൂട്ടിൽ കാണുന്ന ആ സ്നേഹത്തെ പകർന്നെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്ടിലുള്ള എല്ലാവരെയും ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചുറ്റുപാടുകൾ ഓരോരുത്തരെയും ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഒരു അനുഗ്രഹത്തിന്റെ പുറത്ത് കർത്താവെ ഞങ്ങളെ പുതപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ സങ്കേതമുറപ്പുള്ള കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ കർത്താവെ പൂർണ്ണമായ സങ്കേതം കർത്താവ് സ്വർഗീയരായിട്ടുണ്ടെന്ന് നോക്കുവാൻ ആ സിംഹാസനത്തിൽ ഇറങ്ങി വന്നവനായ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വാർത്തകൾ നിർവഹിച്ചിട്ടുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നതല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്തെ സർവ്വതാവിൽ കിടക്കുന്നുവെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ പ്രകാരം കർത്താവ് ജീവിക്കുവാൻ, വചനത്തിന്റെ വഴി നടക്കുവാൻ ആത്മാവിടം ശുദ്ധീകരണം പ്രാപിച്ചവരായി ദൈവ്യാന്തകാരനെ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്നും കർത്താവ് എഴുപത്തിയും വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവത്തോളം നിർവഹിക്കാനും നീയോടെങ്കിലും സ്തോത്രം ചെയ്ത് വാക്കറിയിക്കുകയായിരിക്കുന്നവർ, വാർത്തീസ്കര്യമായി കേൾത്താലും പ്രയാസമാലും കഴിയുന്നവർ, കർത്താവെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കർത്താവ് എഴുപത്തി അവിടുത്തെ കരം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ സങ്കേതവും കർത്താവ് പുറപ്പെട്ട കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും കർത്താവോട് കൂടിയിരിക്കാനും ജയിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടികളുടെ സഹായിക്കും കൃപയോർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളെ ഓരോരുത്തരും ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും കർത്താവ് മാത്രമാകുന്നു. അതുകൊണ്ട് പിതാവെ അതിരിസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇച്ചിരി പടുകൾ എല്ലാവർക്കും വേണ്ടി കുടുംബക്കാർക്കും ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും എല്ലാം വേണ്ടി ഞങ്ങൾ വൈകിട്ടും പ്രാർത്ഥന. ഞാൻ അമ്മച്ചിയെ ദീർഘായുസ്സോടെ ഇരിക്കുന്നത്, സന്തോഷത്തോടെ സമാധാനത്തോടെ കുഞ്ഞുങ്ങളൊക്കെ അമ്മച്ചിയെ നോക്കുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളിപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് മുട്ടം പഞ്ചായത്തിലെ വള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈരാറ്റുപേട്ട റോഡ് പോകുന്ന വഴിയിലാട്ടോ. വള്ളിപ്പാറയിലാണ് ഇവരുടെ വീട് വരുന്നത്. മറ്റേ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് കയറിയാൽ മതി. ഈ കാണുന്നതാണ് വള്ളിപ്പാറയിൽ നിന്ന് കുറച്ച് ഇപ്പുറം മാറി കാണുന്നതാണ് വീട്. അപ്പം എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പോവാം.